കാസർഗോഡ് മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനിയും ശനിയാഴ്ച രാവിലെ റോഡ് ഷോ നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പൊതുയോഗം ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. പുരോഗമനവും സ്ത്രീ സമത്വവും പറയുന്ന ഇടതു വലതു മുന്നണികൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും നാളിതുവരെ ഒരു വനിതാ ജനപ്രതിനിധിയെ പോലും നിയമസഭയിലേക്ക് അയച്ചിട്ടില്ലെന്ന് ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തി. കാസർഗോഡ് മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ജില്ലയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ എം.എൽ.എ ആയിരിക്കും അശ്വിനി. അതിലൂടെ നിർദ്ദിഷ്ട ആയുർവേദ എയിംസ്, അലോപ്പതി എയിംസ് ഇതിലേതെങ്കിലും ഒന്ന് കാസർഗോഡ് വരുമെന്നും 6 വരിപ്പാത മോദിയുടെ സംഭാവനയാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാമെന്നും അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. കാരണം ഇതുപോലെ അവഗണിക്കപ്പെട്ട ഒരു പ്രദേശം ഈ കാസർഗോഡല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അശ്വിനെ ജയിപ്പിച്ചാൽ, സുരേന്ദ്രനെ ജയിപ്പിച്ചാൽ ഇവിടെ വികസനത്തിന്റെ അതുകൊണ്ട് ഈ നാട്ടിലെ മതേതരവാദികൾ ചിന്തിച്ചു വോട്ട് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അശ്വിനെ എം.എൽ.എ ആക്കാൻ നിങ്ങൾ വരും ദിവസങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പനീണ്ടുവായ പ്രശ്നം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം സവിത ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി പി.ആർ. സുനിൽ, ജില്ലാ സെക്രട്ടറി പുഷ്പ ഗോപാലൻ, ഒ.ബി.സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.ഡി. മുരളികുമാർ, അഷ്റഫ്, രജനി ദേവി എന്നിവർ സംസാരിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ ബി.സി റോഡ്, അണങ്കൂർ, റെയിൽവേ സ്റ്റേഷൻ, കൊല്ലങ്കാന, മധൂർ, ചൌക്കി, പെരിയടുക്ക, പെരനടുക്ക എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം ഉളിയത്തടുക്കയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.